ക്യാമ്പസ് പ്രണയം ഭാഗം 10. ഗൗരി അവനെ അങ്ങനെ വിളിക്കുന്നതെല്ലാം കേട്ട് ഏമി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൾക്കതൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവളാരാ അവനെ അങ്ങനെയൊക്കെ വിളിക്കാൻ? ചെന്നൊന്ന് കൊടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഏമി ദേഷ്യത്തിൽ അവളുടെ ഫ്രണ്ട്സിനോടായി പറഞ്ഞു, നീ പേടിക്കണ്ട ഏമി, അവൾക്കുള്ള പണി നമുക്ക് കൊടുക്കാലോ. നീ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോളെ ഒരുത്തി അവളോട് പറഞ്ഞു. പെട്ടെന്ന് അവൾ ക്ലാസ്സിലേക്ക് പോയിരുന്നു. പക്ഷേ ഏമി ഗൗരിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അഹങ്കാരി പെട്ടെന്ന് തന്നെ ഇവൾക്കിട്ടൊരു പണി കൊടുത്ത് അരുണിനെ ഇംപ്രസ് ചെയ്യിക്കണം. പക്ഷേ എങ്ങനെ? ഇവളെ വാച്ച് ചെയ്യാനല്ലേ അവൻ പറഞ്ഞത്. പക്ഷേ അവൻ എന്തായിരിക്കും ഉദ്ദേശിച്ചേ? അവളെ പറ്റി കൂടുതൽ അറിയാനായിരിക്കുമോ? അവൾ ആ സംശയം അവളുടെ ഒരു കൂട്ടുകാരിയോട് ചോദിച്ചു. എടി, അതായത് അവളെ പറ്റി കൂടുതൽ മനസ്സിലായാലല്ലേ അവൾക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് ചിന്തിക്കാൻ പറ്റൂ. അതായിരിക്കും. അവൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആ ഓക്കെ, അപ്പോൾ എങ്ങനെ അവളെ പറ്റി കൂടുതൽ അറിയും? എനിക്ക് അവളോട് പോയി സംസാരിക്കാനൊന്നും പറ്റില്ല, ഏമി പറഞ്ഞു. നീ സംസാരിക്കണ്ട, നമുക്ക് നോക്കാം, നീ വെയിറ്റ് ചെയ്യും. ഇന്റർവെൽ സമയമായതും ഗൗരിയും ബാക്കിയുള്ളവരും സംസാരിക്കുന്നത് ഏമിയും ബാക്കിയുള്ളവരും നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അവൾ ഭയങ്കര ബോൾഡാണ്. സോ ഡയറക്റ്റായി പോയൊന്നും നാണം കെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. വേറെന്തെങ്കിലും വഴി നോക്കണം. കുറച്ചു നേരം കഴിഞ്ഞതും ബെല്ലടിച്ച് അടുത്ത പീരീഡ് തുടങ്ങി. ഈ ടോപ്പിക് സെമിനാറിനായി ആരെങ്കിലും പ്രസന്റ് ചെയ്യുമോ? കുറച്ചു നേരം ക്ലാസ് എടുത്തതിന് ശേഷം ടീച്ചർ അവരോടെല്ലാം ചോദിച്ചു. ഏമി ചാടിക്കേറി പറയാൻ പോയപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് വന്ന് അവളെ പിടിച്ചിരുത്തി. നീ ഇവിടെ ഇരിക്ക്, ഗൗരിയുടെ പേര് എന്തായാലും ആരും പറയാതിരിക്കില്ല. എടി, അപ്പ അവൾക്ക് മുന്നേ ഞാൻ പറയട്ടെ, ഏമി പറഞ്ഞു. എടി, നീ മണ്ടിയാണോ? നീ ഇവിടെ ഒന്നിരുന്നേ, ഞാൻ പറയാം. അവൾ ഏമിയെ അവിടെ തന്നെ ഇരുത്തി. അവർ ഊഹിച്ച പോലെ തന്നെ പകുതി പേരും ഗൗരിയുടെ പേര് തന്നെയാണ് പറഞ്ഞത്. ആ ഗൗരി, നീ പ്രസന്റ് ചെയ്യുമോ? തനിക്ക് ഓക്കെ ആണോ? ടീച്ചർ ഗൗരിയോട് ചോദിച്ചു. ആ കുഴപ്പമില്ല മാം, ഞാൻ ചെയ്തോളാം, ഗൗരി മറുപടി കൊടുത്തു. ആ ഓക്കെ, അപ്പോൾ ഗൗരി ഈ ടോപ്പിക് എടുക്കും കേട്ടോ, നമുക്ക് അടുത്ത ടോപ്പിക് പഠിക്കാം. അത് പറഞ്ഞ് ടീച്ചർ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. എടി, നീ എന്ത് പണിയാ കാണിച്ചേ? നീ എന്തിനാ എന്നെ പറയാൻ സമ്മതിക്കാതിരുന്നേ? ഏമി ഒന്നും മനസ്സിലാവാതെ പോൽ അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു. എടി, നീ എന്താ ചിന്തിക്കാത്തെ? അവളെ എന്തായാലും ബാക്കി ഒരു കാര്യത്തിലും ഇൻസൾട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് പറ്റിയ അവസരം അല്ലേ കിട്ടിയേക്കുന്നേ. ബാക്കി എല്ലാവരും മിസ്സും അവൾക്ക് ഇത് എടുക്കാൻ ഏൽപ്പിച്ച് അവൾക്കിതെടുക്കാൻ ഏൽപ്പിച്ചത് അവളിത് നന്നായി പ്രസന്റ് ചെയ്യുമെന്ന വിശ്വാസത്തിലല്ലേ. അവളത് ചെയ്യാതിരുന്നാലോ? അവൾ ഏമിയോട് പറഞ്ഞു. ഏമി, എല്ലാവരുടെയും മുന്നിൽ അവൾ നാണം കെടും. മിസ്സിൻ്റെന്ന് അവൾക്ക് നല്ലത് കിട്ടും. അവളുടെ കോൺഫിഡൻസ് കുറയും. നീ കൊള്ളാലോ മോളെ, നീ ഇത്രയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞേ, ഇതുപോലത്തെ കുറച്ചധികം കാര്യങ്ങൾ കിട്ടിയാൽ മതി അവളെ തളർത്താൻ, അവൾ ഏമിയോട് പറഞ്ഞു. ഏമി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഞാനിതിപ്പോ അരുണിനോട് പറയില്ല, പ്ലാൻ നടക്കട്ടെ എന്നിട്ട് അറിയിക്കാം, ഏമി പറഞ്ഞു. നിനക്കവൻ്റെ മനസ്സിൽ കയറാൻ എന്തായാലും പെട്ടെന്ന് തന്നെ സാധിക്കും. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ അവനെ സ്വന്തമാക്കും. അതും പറഞ്ഞ് അവളുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി. ലഞ്ച് ബ്രേക്കിന് ഗൗരിയും ഗ്യാങ്ങും ഗ്രൗണ്ടിലൂടെ നടക്കുമ്പോഴാണ് അഫ്സൽ അവരുടെ അടുത്തേക്ക് വന്നത്. ഗൗരിയല്ലേ? അഫ്സൽ
അഫ്സൽ ഗൗരിയോട് ചോദിച്ചു. അതേ ചേട്ടാ, ഞാൻ അരുണിന്റെ ഫ്രണ്ടാണ്. അതു കേട്ടതും പിന്നെയും പ്രശ്നത്തിന് വരുന്നതാണെന്ന് കരുതി അവർ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അയ്യോ, പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. അന്ന് ഇതൊക്കെ നടന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇല്ലേൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അവൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഓരോന്ന് ചെയ്തതാ. നിങ്ങൾക്കൊന്നും പറ്റില്ല. ഞാൻ അവനെ പറഞ്ഞ് ഇത് സോൾവ് ആക്കാൻ നോക്കാം. പിന്നെ ഗൗരി, നീ അവനെ കാണുമ്പോൾ ദേഷ്യം പിടിപ്പിക്കാനായി ഓരോന്നും പറയരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ആക്കാം കേട്ടോ. ഇത് കേട്ടപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവൻ പറഞ്ഞത്. ഷോ, സത്യമാണോ? അപ്പോ അരുണിന്റെ ഗ്യാങ്ങിൽ നല്ല മനസ്സുള്ള ആളൊക്കെ ഉണ്ടായിരുന്നോ? എല്ലാവരും എന്നെ കാണുമ്പോൾ കടിച്ചു കീറാൻ വരുമെന്നാ ഞാൻ കരുതിയേ. ഗൗരി അഫ്സലിനോട് ചോദിച്ചു. അഫ്സൽ: ഓ അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനത്ര സാധനമൊന്നും അല്ലട്ടോ. പിന്നെ ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അടുത്തറിയുന്നവർക്കേ അറിയൂ അവന്റെ സ്വഭാവം. നീ ഇപ്പോ അവന്റെ അടുത്ത് നന്നായി പെരുമാറിയാൽ അവനിതൊക്കെ മറക്കും. അർച്ചന: ആ ചേട്ടാ, പക്ഷേ ഇവൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അല്ലേ അന്ന് തല്ലിയത്? അതവൻ ക്ഷമിക്കുമോ? ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പെട്ടെന്ന് കോഫി മേത്തേക്ക് ഒഴിച്ചപ്പോൾ എൻ്റെ തെറ്റാണ്. ഗൗരി താഴ്മയായി ചോദിച്ചു. അത് സാരമില്ല. ഈ നിസ്സാര കാര്യത്തിന് അവനത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ അത് അരുണിന്റെ പ്ലാനൊന്നുമല്ലായിരുന്നു. അവൻ തന്നെയാ വന്നു ചെയ്തേ. അയ്യോ, ആണോ? ഞങ്ങൾ കരുതി. അത് കേട്ടപ്പോൾ ഗൗരിയുടെ ഉള്ളിൽ ഒരു സങ്കടം തോന്നി. കാര്യം അറിയാതെയാണല്ലോ അവനെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്നോർത്ത്. എന്നാ ശരി, ഞാൻ അവനെ കൊണ്ടുവന്ന് നാളെ സംസാരിപ്പിക്കാം. ഈ പ്രശ്നം സോൾവ് ആക്കുകയും ചെയ്യാം കേട്ടോ. ബൈ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അവൻ പോയതും ഗൗരി ഒന്ന് സൈലൻ്റായി പോയിരുന്നു. എന്താ ഗൗരി, നിനക്ക് പറ്റിയേ? നീ എന്താ പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? ആര്യ അവളോട് ചോദിച്ചു. സത്യം പറഞ്ഞ എൻ്റെ ഭാഗത്തല്ലേ എല്ലാ തെറ്റും. ഞാൻ അവൻ്റെ മേത്തേക്ക് കോഫി വീഴിച്ചപ്പോൾ അവൻ ചെറുതായി ഒന്ന് ദേഷ്യപ്പെട്ടു. അതിന് സോറി പറയേണ്ടതിന് പകരം ഞാൻ തിരിച്ചും ചൂടായി. അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ ആർക്കായാലും ദേഷ്യം വരാതിരിക്കുമോ? അന്ന് അവൻ എൻ്റെ മേത്തേക്ക് കോഫി ഒഴിച്ചപ്പോൾ ഞാൻ അവനെ തല്ലി. എനിക്ക് ദേഷ്യം വന്നു. അതുപോലെ തന്നെയായിരിക്കില്ലേ അവന് അന്നും തോന്നിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ ഭാഗത്താണ്. ഗൗരി സങ്കടപ്പെട്ടു. എന്നാലും അഫ്സൽ കൊള്ളാലേ. അപ്പൊ തന്നെയായിരുന്നു ആര്യയുടെ മറുപടി. എന്റെ പൊന്നടി, ഒരുത്തി ഇവിടെ സങ്കടപ്പെടുമ്പോൾ അതിനിടയിലൂടെ അവളുടെ കോഴിത്തരത്തിന് ഒരു കുറവുമില്ല. അനഘ പറഞ്ഞു. ഓടി, അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. അവന്റെ ഗ്യാങ്ങിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാലും അവൻ കൊള്ളാം, എനിക്കിഷ്ടായി. മീര: നീ അതൊന്നും ചിന്തിക്കണ്ട ഗൗരി. അഫ്സൽ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അവനെന്തായാലും അവനെ പറഞ്ഞ് മനസ്സിലാക്കാതെ ഇരിക്കില്ല. അവരെ സംസാരിച്ച് സോൾവ് ആക്കും. നീ വിഷമിക്കണ്ട. അർച്ചന: സോൾവ് ആക്കിയാൽ മതിയായിരുന്നു. അഫ്സൽ നേരെ പോയത് അരുണിൻ്റെ അടുത്തേക്കായിരുന്നു. അഫ്സൽ: എടാ അരുണേ, ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചു. അരുൺ: എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അവൻ നേരത്തെ അവനോട് എന്തൊക്കെയോ പറഞ്ഞ് അവൻ്റെ മനസ്സലിയിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് തന്നെ അവന് മുന്നത്തെ അത്ര ദേഷ്യം ഉണ്ടായിരുന്നില്ല. അഫ്സൽ: എടാ പാവടാ കൊച്ച്, ഇതിനെയാണോ നീ അഹങ്കാരി എന്ന് പറഞ്ഞത്? അവളോട് ഞാൻ എല്ലാം പറഞ്ഞു. അരുൺ: എന്തു പറഞ്ഞു എന്ന്? നീയല്ല കോഫി ഒഴിക്കാൻ പറഞ്ഞത്, അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിച്ചതാന്ന്. അത് കേട്ടതും ആ കൊച്ചിന് ഭയങ്കര സങ്കടമായി. അവൾ പറഞ്ഞു എല്ലാം അവളുടെ തെറ്റാ, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്തായിരുന്നു എന്ന്. അതവൻ അരുണിൻ്റെ മുഖത്ത് നോക്കാതെ ആണ് പറഞ്ഞത്. എങ്കിലും അരുണിൻ്റെ മുഖഭാവം അറിയാൻ അവൻ ഇടക്കണ്ണിട്ട് അവനെ നോക്കി. അരുൺ: എടാ പക്ഷേ അവനെ തല്ലിയതോ? അതവൾ വേണേൽ അവൻ്റെ അടുത്ത് വന്ന് സോറി പറയും. അതാ കൊച്ചിന് ഒരബദ്ധം പറ്റിയതാ.
എൻ്റെ പൊന്നരുണേ, നീ അതും വെച്ചോണ്ട് ആ പാവത്തിനെ പിന്നെയും ശല്യം ചെയ്യല്ലേ, അഫ്സൽ പറഞ്ഞ് അവനെ മനസ്സ് മാറ്റാൻ നോക്കിക്കൊണ്ടിരുന്നു. അരുൺ: അതുമില്ല. നാളെ നമ്മൾ അവളെ കാണുന്നു, സംസാരിക്കുന്നു, പ്രശ്നം സോൾവ് ആക്കുന്നു. അരുൺ: എടാ, അത് വേണോ? അത് വേണം. നീ ഇനി ഒന്നും പറയണ്ട, ബാ. തുടരും.